ഹലോ, ഇന്ന് നമുക്ക് 4 വ്യത്യസ്തമായ കഥ പറയുന്ന ആന്തോളജി മൂവിയായ ഹോട്ട്സ്പോട്ട് എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. സിനിമയുടെ തുടക്കത്തിൽ ഒരു പ്രൊഡ്യൂസറിനെയാണ് കാണിക്കുന്നത്. പ്രൊഡ്യൂസറിന്റെ ഓഫീസിലേക്ക് ഒരാൾ സിനിമയുടെ കഥ പറയുവാനായി കയറി വരുന്നു. അയാളാണെങ്കിലോ തന്റെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. പക്ഷേ അതൊരു ട്രെയിലറിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. യഥാർത്ഥ കഥ എന്തെന്ന് ചോദിക്കുമ്പോൾ മുഴുവൻ 4 സ്റ്റോറീസ് ഉണ്ട്. അതിൽ ആദ്യത്തേത് പറഞ്ഞു തുടങ്ങും. ആദ്യത്തേത് ഹാപ്പി മാരീഡ് ലൈഫ്. കഥ തുടങ്ങുമ്പോൾ നായകനായ വിജയിയാണ് കാണിക്കുന്നത്. വിജയ് തന്റെ കാമുകിയായ ധന്യയോട് ഫോണിൽ സംസാരിക്കുകയാണ്. ഇരുവരും വിവാഹത്തെക്കുറിച്ച് ഫോണിൽ സംസാരിക്കവേ വിജയ് ആണെങ്കിലോ നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ ധന്യയാണെങ്കിൽ തനിക്കതിന് കുറച്ചുകൂടി സമയം വേണമെന്ന് പറയും. എന്നാൽ വിജയുടെ നിർബന്ധപ്രകാരം പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യമൊക്കെ ധന്യ തീരുമാനിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ധന്യയുടെ വീട്ടുകാരൊക്കെ വിജയെ കാണാനായിട്ട് വരികയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പെണ്ണ് കാണലാണെങ്കിൽ ഇവിടെ ആണ് കാണൽ ചടങ്ങാണ്. എല്ലാം നേരെ വിപരീതമായാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഭർത്താവാണ് വീട് ഭരിക്കുന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് ഭാര്യയാണ്. താലിയിടുന്നത് ഭാര്യയാണെങ്കിലോ ഇവിടെ നേരെ തിരിച്ചാണ്, താലിയിടുന്നത് ഭർത്താവാണ്. എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ്. അങ്ങനെ വിജയെ കാണാൻ വന്ന ധന്യയുടെ അമ്മയ്ക്ക് വിജയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. വിവാഹത്തിനെ കുറിച്ച് വിജയ് തന്റെ അഭിപ്രായം പറയാൻ വരുമ്പോഴോ വിജയുടെ അമ്മയാണെങ്കിൽ അവനെ വഴക്ക് പറയും. മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് അവൻ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് അവനെ വിലക്കുകയാണ്. വിജയുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വിജയുടെ അമ്മയാണ്. അച്ഛനാണെങ്കിലോ വീട്ടിലെ അടുക്കളപ്പണിയും കാര്യങ്ങളെല്ലാം നോക്കി ജീവിക്കുകയാണ്. അങ്ങനെ വിജയുടെ കല്യാണമെത്തി. ധന്യ വിജയെ താലി കെട്ടി. യഥാർത്ഥത്തിൽ ആണിന്റെ വീട്ടിലേക്കല്ലേ പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ പെണ്ണിന്റെ വീട്ടിലേക്കാണ് ആണിനെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നതും. അങ്ങനെ പേടിച്ച് ഭയന്ന് ധന്യയുടെ വീട്ടിലേക്ക് വിജയ് വലത് കാലെടുത്ത് വെച്ച് കയറി. അങ്ങനെ അവരുടെ ആദ്യ രാത്രി എത്തി. ആദ്യ രാത്രി ധന്യ റൂമിലേക്ക് വന്ന് അവനോട് റൊമാൻറ്റിക്കായി ഒക്കെ പെരുമാറും. അടുത്ത ദിവസം രാവിലെ തന്നെ വിജയ് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. ധന്യയുടെ അച്ഛനൊപ്പം ചേർന്ന് വിജയാണ് കഴുത്തിൽ താലിമാലയൊക്കെ ഇട്ട് വീട്ടിലെ സകല ജോലിയും ചെയ്യുന്നത്. തുണി കഴുകുന്നത്, കറി വയ്ക്കുന്നത്, തൂക്കുന്നത്, തുടയ്ക്കുന്നത്, എല്ലാ ജോലിയും വിജയ് തന്നെയാണ് ചെയ്യുന്നത്. ജോലിക്ക് പോകുന്ന ധന്യയ്ക്ക് ആഹാരമൊക്കെ എടുത്തു കൊടുക്കുന്നതും വിജയാണ്. ഇറങ്ങാൻ പോകുന്ന ധന്യയോട് ആഹാരമൊക്കെ നേരെ കഴിക്കണേടി എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ധന്യയുടെ അച്ഛനാണെങ്കിലോ ഭാര്യയെ അങ്ങനെ വാടി പൊടി നിന്നും വിളിക്കരുത്, ഭാര്യയെ റെസ്പെക്ട് ചെയ്യണം, അമ്മായിയമ്മ കേട്ടാൽ കുഴപ്പമാണെന്ന് പറയും. അങ്ങനെ വിജയ് അമ്മായിയമ്മയോട് താൻ വീട്ടിലെ അച്ഛനെയും അമ്മയെയും കാണാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അമ്മായിയമ്മയാണെങ്കിലോ അവനെ ഒരുപാട് വഴക്ക് പറയും. പോകണ്ട, അവിടെ തന്നെ നിന്നാ മതിയെന്ന് പറയും. അക്കാര്യം വിജയ് വീട്ടിലെ അച്ഛനെ വിളിച്ച് പറയുമ്പോഴോ അച്ഛനാണെങ്കിൽ അവർ പറയുന്നതെല്ലാം കേട്ട് അടങ്ങി ഒതുങ്ങി നന്നായി അവിടെ ജീവിക്കുവാനായും പറയുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം വിജയ് ചെയ്യുന്ന ഓരോ ജോലിക്കും ധന്യയുടെ അച്ഛൻ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടേയിരുന്നു. പാത്രം കഴുകുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വിജയെ ഓരോ കാര്യത്തിനും വഴക്ക് പറയുവാനായും തുടങ്ങി. ഒരു ദിവസം രാവിലെ വിജയ്ക്ക് ചെറിയ തലവേദനയൊക്കെ കാരണം വിജയ് ധന്യയോട് തനിക്കൊരു ചായ ഇട്ട് തരുമോ എന്ന് ചോദിക്കും. ധന്യ അടുക്കളയിൽ ചെന്നതും അത് കാണുന്ന അച്ഛനാണെങ്കിലോ വിജയ്ക്ക് ജോലി ചെയ്യാൻ പറ്റില്ലേ, അവൻ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെല്ലാം റൂമിലിരുന്ന് കേട്ട വിജയ് ആണെങ്കിലോ ദാ വരുന്നച്ചാ, ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് എത്തി സകല ജോലിയും വിജയ് തന്നെ ചെയ്യും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ധന്യ ജോലി കഴിഞ്ഞിട്ട് വരികയാണ്. ധന്യയുടെ അച്ഛനും അമ്മയും ദേഷ്യപ്പെട്ട് അവിടെ ഇരിക്കുന്നു. എന്താ കാര്യമെന്ന് ധന്യ തിരക്കുമ്പോഴോ വിജയ് താലിമാല ഊരി വെച്ചുവെന്ന് പറയും. എന്താ വിജയ് താലിമാല ഊരി വെച്ചത് എന്ന് ധന്യ ചോദിക്കുമ്പോൾ അത് ഞാൻ കുളിക്കാൻ പോയത് കൊണ്ടാണ് മാല ഊരി വെച്ചതെന്ന് വിജയ് മറുപടി പറയും. അത് കേൾക്കുന്ന ധന്യയാണെങ്കിലോ അവൻ കുളിക്കാൻ പോയോണ്ടല്ലേ മാല ഊരി വെച്ചത്, അതിനെന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ധന്യയുടെ അച്ഛനും അമ്മയും വിജയെ ഒരുപാട് വഴക്ക് പറയും. വിജയ് ആണെങ്കിലോ അവരെ എതിർത്ത് സംസാരിക്കും. അത് കേട്ട് നിന്ന ധന്യയ്ക്ക് ദേഷ്യം വന്ന് വിജയ്ക്കിട്ട് ഒരെണ്ണം കൊടുക്കുകയാണ്. അതേസമയം തന്നെ വിജയ് ഞെട്ടി ഉണരുന്നു. അതെല്ലാം വിജയുടെ സ്വപ്നമായിരുന്നു. താൻ കണ്ടത് സ്വപ്നമാണോ സത്യമാണോ എന്നൊന്നും വിജയ്ക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ അന്ന് വിജയ് ധന്യെ പെണ്ണ് കാണാൻ പോകുന്ന ദിവസമായിരുന്നു. ധന്യെ പെണ്ണ് കാണാനായി അവളുടെ വീട്ടിലെത്തിയപ്പോഴും ധന്യ ചായയും കൊണ്ട് വന്നപ്പോൾ പോലും വിജയുടെ മനസ്സിൽ അവൻ കണ്ട സ്വപ്നമായിരുന്നു. അവനെ വിവാഹം കഴിച്ചു കൊണ്ടുപോയ ആ ഒരു സ്വപ്നമുണ്ടല്ലോ, അതായിരുന്നു അവന്റെ മനസ്സിൽ. അവന് വല്ലാത്ത വെപ്രാളവും. അങ്ങനെ അവൻ ചുറ്റും നോക്കുകയാണ്. അവന്റെ അച്ഛനും അമ്മയും ധന്യയുടെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. അവിടെ അച്ഛനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അമ്മമാർ രണ്ടുപേരും സൈലന്റ് ആണ്. രണ്ടച്ഛന്മാരും അഭിപ്രായങ്ങൾ പറയുന്നു. അമ്മമാർ രണ്ടുപേരും സൈലന്റ് ആണ്. അതെല്ലാം കാണുന്ന വിജയ്ക്ക് താൻ ആ സ്വപ്നത്തിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അപ്പോൾ തന്നെ വിജയ് രണ്ടമ്മമാരോടും വിവാഹത്തിൽ അവരുടെ അഭിപ്രായത്തെ പറ്റി ചോദിക്കും. അവർ രണ്ടുപേരും അച്ഛന്മാരെ നോക്കുകയാണ്.
അതേസമയം വിജയ് ചോദിക്കും, നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ ശേഷം എന്തായിരുന്നു നിങ്ങളുടെ ആഗ്രഹം, സ്വപ്നം, അതൊക്കെ ഒന്ന് പറയാനായി പറയുമ്പോഴോ അവർ രണ്ടുപേരും പറയും, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും ആഗ്രഹവും എന്തെന്നാൽ എൻ്റെ വീട്ടിൽ ചെന്ന് നിൽക്കണമെന്നാണ്. പക്ഷെ ഞാൻ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോഴെല്ലാം ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോകണം. അതെനിക്ക് വല്ലാത്ത വിഷമമാണ്. വിജയ് തന്റെ അമ്മയോടും തിരക്കുമ്പോഴോ ധന്യയുടെ അമ്മ പറഞ്ഞ അതേ കാരണം തന്നെയാണ് വിജയുടെ അമ്മ പറഞ്ഞതും. അപ്പോൾ ഇവരെല്ലാം വല്ലാത്ത വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വിജയ്ക്ക് മനസ്സിലായി. അങ്ങനെ വിജയ് ഒരു കണ്ടീഷൻ മുൻപോട്ട് വെക്കുകയാണ്. രണ്ട് ഫാമിലിയും ഒരുമിച്ച് താമസിക്കണം. അല്ലെങ്കിൽ ഒരു മാസം ധന്യയുടെ വീട്ടുകാരോടൊപ്പം താമസിക്കുകയാണെങ്കിൽ അടുത്ത മാസം വിജയുടെ വീട്ടുകാരോടൊപ്പം താമസിക്കണം എന്ന് തീരുമാനമായി. സത്യത്തിൽ അത് ധന്യയുടെ മനസ്സിൽ വിഷമമൊന്നും ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച് വിജയ് തീരുമാനിച്ചതാണ്. എന്നാൽ അതെല്ലാം കേൾക്കുന്ന വിജയുടെ ചേട്ടൻ അതിനെ എതിർക്കുകയാണ്. നാട്ടുനടപ്പ് എന്നൊരു സമ്പ്രദായമുണ്ട്, അതിന് നമ്മൾ പാലിച്ചേ പറ്റൂ എന്നുള്ള അഭിപ്രായമൊക്കെ ചേട്ടൻ പറയും. ചേട്ടൻ പറയുന്നത് കേട്ട വിജയ് ആണെങ്കിലോ ആരെങ്കിലും ഒരാൾ മാറ്റം കൊണ്ടുവന്നാൽ സമൂഹം ഉറപ്പായി മാറും. ഞാനായിട്ട് ആ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് പറയും. എന്നിട്ട് വിജയ് പറയും, എൻ്റെ ആവശ്യം അംഗീകരിച്ചാൽ മാത്രമേ വിവാഹത്തിന് ഞാൻ സമ്മതിക്കൂ എന്ന് പറയും. അങ്ങനെ രണ്ട് കുടുംബവും അവൻ്റെ ആവശ്യം അംഗീകരിക്കുകയാണ്. അങ്ങനെ വിവാഹവും ഉറപ്പിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന പ്രൊഡ്യൂസറിനാണെങ്കിലോ കഥയോട് ഇൻട്രസ്റ്റ് വരികയാണ്. എന്നാൽ പ്രൊഡ്യൂസർ എന്തോ ഒന്ന് ചിന്തിച്ചിട്ട് ഒരു നിമിഷം ബ്രേക്ക് എടുത്തിട്ട് അയാൾ പോയിട്ട് ഭാര്യയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്. കാര്യം എന്തെന്നാൽ ഭാര്യ വീട്ടിൽ പോകട്ടെ എന്ന് ചോദിച്ച സമയം പ്രൊഡ്യൂസർ ആണെങ്കിലോ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പ്രൊഡ്യൂസർ മെസ്സേജ് അയച്ചിട്ട് ഭാര്യയോട് വീട്ടിൽ പോകുവാനായിട്ട് അനുമതിയും കൊടുത്തു. ഈ പ്രൊഡ്യൂസറിന് മറ്റൊരാളുമായി അഫെയറിലാണ്. അങ്ങനെ പ്രൊഡ്യൂസർ തൻ്റെ കാമുകിയെ വിളിച്ചിട്ട് ഇന്ന് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് അതെല്ലാം മാറ്റി വെച്ചിട്ട് കഥ കേൾക്കുവാനായി ഇരിക്കും. എന്നിട്ട് പ്രൊഡ്യൂസർ ചോദിക്കും, ഇപ്പോൾ പറഞ്ഞ കഥ വളരെ ചെറുതല്ലേ, ഇത് വെച്ച് എങ്ങനെ സിനിമ ചെയ്യാനാ എന്ന് ചോദിക്കുമ്പോൾ ആ കഥ പറയുന്ന ആൾ പറയും, എൻ്റെ കയ്യിൽ ഇനിയും 3 സ്റ്റോറിയുണ്ട്, ഇതിലേത് ഇഷ്ടപ്പെടുന്നോ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ അടുത്ത കഥ പറയുകയാണ്. അതിൻ്റെ പേര് ഗോൾഡൻ റൂൾസ്. ദീപ്തി എന്നൊരു പെൺകുട്ടിയെ അവളുടെ മുറച്ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുവാനായിട്ട് വീട്ടുകാരെല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ദീപ്തി വീട്ടുകാരോട് സംസാരിക്കുകയാണ്. എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല, ഞാൻ ലെസ്ബിയനാണ്, എനിക്ക് പെൺകുട്ടികളെയാണ് ഇഷ്ടം, ഞാനും പവിത്ര എന്നൊരു പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലാണ് എന്ന് വീട്ടുകാരോട് പറയുമ്പോഴോ അത് കേട്ട് അവളുടെ അച്ഛനും അമ്മയും ഷോക്കായി പോകും. ടെൻഷനായ അവരാണെങ്കിലോ ദീപ്തിയെ ഒരുപാട് തല്ലും. നീ എന്തിനാടി ഞങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അമ്മ അവളെ ഒരുപാട് തല്ലും. അടികൊണ്ട ദീപ്തിയാണെങ്കിലോ അടിക്കരുതമ്മ എന്നൊക്കെ ഒരുപാട് കെഞ്ചും. എന്നിട്ട് അമ്മ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്, ഏതെങ്കിലും ഒരു ആണിനെ പ്രണയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു, അതും ഒരു പെണ്ണിനെ പോയി പ്രണയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴോ അപ്പോൾ ഞാനൊരു ആണിനെ പ്രണയിച്ചാൽ അമ്മയ്ക്കൊന്നും കുഴപ്പമില്ലല്ലേ, ഞാനൊരു ആണിനെ തന്നെയാണ് പ്രണയിക്കുന്നത് എന്ന് പറയും. അത് കേട്ട അമ്മയാണെങ്കിൽ ഓ അപ്പോൾ കള്ളം പറഞ്ഞ് സമ്മതം വാങ്ങുവാൻ നോക്കിയതാണല്ലേ. യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നു അവളുടെ പ്ലാൻ, കള്ളം പറഞ്ഞ് വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കുക. അങ്ങനെ വീട്ടുകാരെ അതിന് സമ്മതിക്കുന്നു. അക്കാര്യം അവൾ അവളുടെ ബോയ്ഫ്രണ്ടായ സിദ്ധാർത്ഥിനെ വിളിച്ച് സന്തോഷത്തോടെ പറയുകയാണ്. ദീപ്തി പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സിദ്ധാർത്ഥ് അപ്പോൾ ഇനി എങ്ങനെ മുറച്ചെറുക്കനെ സമാധാനിപ്പിക്കും എന്ന് ചോദിക്കുമ്പോഴോ അതെല്ലാം ഞാൻ ഏറ്റുവെന്ന് അവൾ മറുപടിയും പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സിദ്ധാർത്ഥ് ദീപ്തിയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്, അച്ഛനെയും അമ്മയും പരിചയപ്പെടുത്താൻ. അവരുടെ പ്രണയത്തെപ്പറ്റി അവൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാരെല്ലാം ഓക്കെയാണ്. അങ്ങനെ ദീപ്തിയെ വീട്ടിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുമ്പോഴോ അച്ഛനും അമ്മയ്ക്കുമൊക്കെ അവളെ ഇഷ്ടമാകും. വീട്ടുകാരെ പറ്റി അവളോട് തിരക്കുമ്പോഴോ അവൾ അവളുടെ അച്ഛൻ്റെ ഫാമിലിയെ പറ്റി പറയും. പക്ഷേ അമ്മയുടെ ഫാമിലിയെ പറ്റി അവൾ ഒന്നും പറയില്ല. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോഴോ അമ്മയും അച്ഛനും പ്രണയത്തിലായിരുന്നു. അങ്ങനെ അവർ പ്രണയിച്ച് ഒളിച്ചോടി വന്ന് വിവാഹം കഴിച്ചതാണ്. പക്ഷേ അമ്മയുടെ വീട്ടുകാർ അമ്മയെ ഉപേക്ഷിച്ചു. അത് കാരണം അച്ഛൻ്റെ വീട്ടുകാരുമായിട്ട് മാത്രമേ സഹകരണമുള്ളൂ എന്ന കാര്യമൊക്കെ അവൾ തുറന്നു പറയുമ്പോഴോ സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ മുഖം പെട്ടെന്നങ്ങ് മാറി. അവിടെ നിന്നും റൂമിലേക്ക് എഴുന്നേറ്റ് പോയ സിദ്ധാർത്ഥിൻ്റെ അമ്മ തിരികെ വന്നിട്ട് ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല, നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഒന്നിക്കരുത് എന്ന് പറയുന്നു. എന്താണ് കാരണമെന്ന് തിരക്കുമ്പോഴോ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. നിങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളാണെന്ന് അമ്മ തുറന്നു പറയും. എങ്ങനെയെന്നാൽ സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ ഒരു സഹോദരി ഒളിച്ചോടി പോയിരുന്നു. അത് യഥാർത്ഥത്തിൽ ദീപ്തിയുടെ അമ്മയാണ്. എന്നിട്ട് സിദ്ധാർത്ഥിൻ്റെ അമ്മ ദീപ്തിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ കാണിച്ചിട്ട് ഇതല്ലേ നിന്റെ അച്ഛനും അമ്മയും എന്ന് ചോദിക്കുമ്പോൾ അതേ എന്നവൾ മറുപടി പറയും. ഇതെൻ്റെ സഹോദരിയാണ്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സഹോദരി സഹോദരൻ മുറയാണ് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും അവിടെ വെച്ച് പിരിക്കുകയാണ്. പിന്നീട് എങ്ങനെയാണ് ഇവർ രണ്ടാളും കണ്ടതെന്നും പരിചയപ്പെട്ടതെന്നും പ്രണയത്തിലായതെന്നുമാണ് കാണിക്കുന്നത്. ഒരിക്കൽ ബാറിന് വെളിയിൽ തൻ്റെ ഫ്രണ്ട്സിനെ കാത്തു നിൽക്കുകയായിരുന്നു ദീപ്തി. അപ്പോൾ അവിടേക്ക് സിദ്ധാർത്ഥ് എത്തുകയാണ്.
കൂടെ ആളില്ലാതെ ബാറിനുള്ളിലേക്ക് ആരെയും കയറ്റില്ല. അങ്ങനെ സിദ്ധാർത്ഥ് ദീപ്തിയോട് കൂടെയൊന്ന് കമ്പനിക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ബോറടിച്ചു നിന്ന ദീപ്തി സിദ്ധാർത്ഥിനൊപ്പം അകത്തേക്ക് പോകുന്നു. അകത്ത് കയറിയ ദീപ്തി ഗ്ലൂമിയായി ഇരിക്കുന്നത് കണ്ട സിദ്ധാർത്ഥാണെങ്കിലോ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തമാശയൊക്കെ പറയുമ്പോൾ ദീപ്തിക്ക് സിദ്ധാർത്ഥിനെ ഒരുപാട് ഇഷ്ടമാകും. സിദ്ധാർത്ഥിന്റെ സംസാരമൊക്കെ ഇഷ്ടമായ ദീപ്തി സിദ്ധാർത്ഥുമായി പ്രണയത്തിലാകും. സിദ്ധാർത്ഥിനും ദീപ്തിയെ ഇഷ്ടമാണ്. അങ്ങനെ ഒരിക്കൽ ദീപ്തി സിദ്ധാർത്ഥിനോട് തന്റെ വീട്ടുകാർ വിവാഹം ഉറപ്പിച്ചു. മുറച്ചെറുക്കനുമായാണ് വിവാഹം ഉറപ്പിച്ചത്. പക്ഷേ അതിനെനിക്ക് ഒട്ടും താല്പര്യമില്ല, എനിക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് അവൾ തുറന്നു പറയും. അത് കേൾക്കുന്ന സിദ്ധാർത്ഥ് പറയും, ഞാനൊരു സത്യം പറയട്ടെ, യഥാർത്ഥത്തിൽ ഞാനൊരു ഡിറ്റക്റ്റീവാണ്. നിന്റെ മുറച്ചെറുക്കൻ നിന്നെപ്പറ്റി അറിയാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടതാണ്. പക്ഷേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് സിദ്ധാർത്ഥ് പറയും. അങ്ങനെയാണ് സിദ്ധാർത്ഥും ദീപ്തിയും തമ്മിൽ പ്രണയത്തിലാകുന്നതും. സിദ്ധാർത്ഥും ദീപ്തിയും അവർക്ക് ഒന്നിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് തിരക്കുമ്പോൾ പറ്റില്ല. അവർ തമ്മിൽ രക്തബന്ധമാണ്, അതും സഹോദരിയും സഹോദരനുമെന്നറിയും. അങ്ങനെ അവർ രണ്ടാളും മരിക്കുവാനായി തീരുമാനിക്കുകയാണ്. ദീപ്തി തന്റെ കഴുത്തിൽ കത്തിവെക്കും. പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് കാണിക്കില്ല.